Hello all my dears, welcome back to our YouTube channel Universe of Tarot 1111. സോ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ആർക്കെങ്കിലും എൻ്റെ അടുത്ത് നിന്ന് പേഴ്സണലായിട്ട് റീഡിങ്സ് ഒക്കെ എടുക്കാൻ താല്പര്യമുള്ളവർക്ക് മുകളിൽ കാണുന്ന നമ്പറിൽ എന്നെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. ഇന്നത്തെ നമ്മുടെ റീഡിങ്ങിൻ്റെ ടോപ്പിക് എന്ന് പറയുന്നത്, നിങ്ങളുടെ വ്യക്തി നിങ്ങളോട് ഇതുവരെയും പറയാത്ത എന്നാൽ അവരുടെ മനസ്സ് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം, അത് എന്താണ് എന്നുള്ളൊരു റീഡിംഗ് ആണ് ഇന്ന് നമ്മൾ റീഡിംഗ് ആയിട്ട് എടുക്കാൻ പോകുന്നത്. എല്ലാവരും നന്നായിട്ട് മെഡിറ്റേഷൻ ചെയ്യുക. നല്ല മനസ്സോടുകൂടി ഈ ഒരു റീഡിങ് നിങ്ങൾ കാണാൻ ശ്രമിക്കുക. നല്ലൊരു മൈൻഡ് ഉണ്ടെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നിങ്ങളിലേക്ക് എത്തുകയുള്ളൂ. അപ്പം നമുക്ക് എന്തായാലും റീഡിങ്ങിലേക്ക് കിടക്കാം. ആദ്യമേ തന്നെ നമുക്ക് ഒറാക്കിൾ സ്പ്രെഡ് എടുക്കാം. യൂണിവേഴ്സ് പ്ലീസ് ഗൈഡ് us. Universe, please guide us. Universe, please guide us. നിങ്ങളുടെ വ്യക്തി നിങ്ങളോട് ഈ സമയം പറയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം എന്താണ്? നോ, ആൻഡ് ട്രസ്റ്റ്. Forgiveness, നിങ്ങളുടെ വ്യക്തി നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നതും എന്നാൽ അവർ ഇതുവരെയും പറയാത്ത കാര്യം. Ace of Wands, the Moon, Death, Seven of Swords, Eight of Swords, Knight of Swords, again Four of Swords, and the Hanged Man and the Empress. ഓക്കെ, നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോട് ഇതുവരെ പറയാത്തൊരു രഹസ്യം, എന്നാൽ അവർ പറയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം. ഇവിടെ നമ്മൾ ഇന്ന് ഈ ടാരോ റീഡിംഗ് എടുത്തപ്പോൾ കൂടുതലായിട്ടും സോട്ട്സ് ഇങ്ങനെ വന്ന് ഒരുപാട് സോട്ട്സ് എനർജീസ് വന്നിട്ടുണ്ട്. ആൻഡ് വാൺസ് എനർജീസും ആണ് കൂടുതലായിട്ട് നമുക്ക് കാണുന്നത്. ദ മൂൺ എന്ന് പറയുന്ന മെയിനായിട്ടുള്ള ഒരു എനർജി കാണുന്നുണ്ട്. ആൻഡ് ദ എംപ്രസ്സും ദ ഹാങ്ഡ് മാനും മെയിനായിട്ടുള്ള ഒരു എനർജീസാണ് നമുക്ക് വന്നിട്ടുള്ളത്. ഡെത്ത് എന്ന് പറയുന്നതും മെയിനായിട്ടുള്ളൊരു എനർജിയാണ്. അപ്പോൾ ഈ കാര്യത്തിലൊക്കെ നമുക്ക് വളരെ കൃത്യമായിട്ട് ഒരു ഡിവൈൻ നമുക്കൊരു മെസ്സേജ് തരുന്നുണ്ട്. നിങ്ങളിപ്പോൾ ഈ ഒരു സമയത്ത് ഇതറിയണമെന്നൊരു ദൈവ നിശ്ചയമായിട്ടുള്ളൊരു കാര്യമാണ്. ഇന്ന് നിങ്ങൾക്ക് ഈ ഒരു റീഡിങ് കാണാൻ സാധിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിനെ തന്നെ ഒരുപാട് മാറ്റിമറിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ നമുക്ക് നിങ്ങളുടെ ലൈഫിൽ ഇന്നുണ്ടാകുന്നതാണ്. അതായത് നിങ്ങളുടെ ഇപ്പോഴത്തെ ഒരു പ്രണയബന്ധം അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു ദാമ്പത്യ ജീവിതത്തിനെ പറ്റിയാണ് ഇന്നത്തെ ഈ ഒരു റീഡിങ്ങിൽ കാണാൻ കഴിയുന്നത്. പ്രണയബന്ധം എന്ന് പറയുമ്പം വിവാഹം കഴിക്കാത്തവർക്കും എക്സ്ട്രാ മാരിറ്റൽ അഫെയർ ആയിട്ടുള്ളവർക്കും ആയിട്ടുള്ളതാണ്. എക്സ്ട്രാ മാരിറ്റൽ അഫെയർ എന്ന് പറയുമ്പോൾ അറിയാത്തവർക്കായിട്ട് പറയുകയാണ് വിവാഹേതര ബന്ധം എന്നതാണ്. സോ ഇവിടെ ഇന്നത്തെ റീഡിങ്ങിൽ കാണാൻ കഴിയുന്നത്, നിങ്ങളുടെ വ്യക്തി നിങ്ങളോട് മനസ്സ് തുറന്ന് സംസാരിക്കാൻ അവർ വളരെയധികം ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ അവർക്ക് മനസ്സുകൊണ്ട് ഈ കാര്യം നിങ്ങളോട് പറയാൻ പറ്റുന്നില്ല എന്നുള്ള ഒരവസ്ഥയാണ് ഇവരുടെ ഇപ്പോഴത്തെ ഒരവസ്ഥ നോക്കുമ്പോൾ നമുക്ക് വളരെ വ്യക്തമാകുന്നത്.
അതായത് അവരുടെ മനസ്സിൻ്റെ ഉള്ളിൽ നിന്നും വിതുമ്പുവാണ് ഈ കാര്യം നിങ്ങളോട് പറയണം, നിങ്ങൾ അറിയണം എന്നുള്ളൊരു കാര്യം. ശരിക്കും ഇന്നത്തെ ഈ ഒരു റീഡിങ്ങിൽ കാണുന്നത്, ഇന്നത്തെ റീഡിങ് റെസനേറ്റ് ആവുക പൂർണ്ണമായിട്ടും ബ്രേക്കപ്പിൽ നിൽക്കുന്ന ആൾക്കാർക്കാണ്. പൂർണ്ണമായിട്ടും നോ കോണ്ടാക്റ്റ്, ഒരുപാട് വർഷമായിട്ടോ അല്ലെങ്കിൽ കുറച്ച് മാസങ്ങളായിട്ടോ ബ്രേക്കപ്പായിട്ട് നിൽക്കുന്ന ആൾക്കാർക്കും ഈ ഒരു റിലേഷൻഷിപ്പ് റീഡിങ് ഇന്നത്തെ കാണാവുന്നതാണ്. ഈ റീഡിങ്ങിൽ നിങ്ങളുടെ വ്യക്തി ഒരു മനസ്സ് സ്തംഭിച്ച് നിൽക്കുന്ന ഒരു വ്യക്തിയായിട്ടാണ് കാണപ്പെടുന്നത്. അവർക്ക് നിങ്ങൾക്ക് വേണ്ടി ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യമെന്ന് പറയുന്നത്. നിങ്ങളുടെ വ്യക്തി മനസ്സുകൊണ്ട് പറയാൻ കൊതിക്കുന്ന ആ ഒരു കാര്യമെന്ന് പറയുന്നത് മറ്റൊന്നുമല്ല, ഇവിടെ നിങ്ങളുമായിട്ട് ഒരു സ്നേഹബന്ധത്തിൽ വീണ്ടും ആവാനോ അല്ലെങ്കിൽ ഈ ഒരു ദാമ്പത്യ ജീവിതം അവർക്ക് കൊണ്ടുപോകാനോ കഴിയാത്തത് അവരുടെ ഫാമിലി ആണെന്നാണ് കാണിക്കുന്നത്. ഫാമിലി എന്ന് പറയുമ്പം കുടുംബം, കുട്ടികൾ, ഈ പേഴ്സൺ ഓൾറെഡി മാരീഡ് ചെയ്ത ഒരു വ്യക്തിയാവാം. അപ്പോൾ ആ ഒരു വ്യക്തിയാവാം തേർഡ് പാർട്ടി സിറ്റുവേഷനായിട്ട് നിൽക്കുന്നത്. ഇവിടെ അവരുടെ ഒരു ഫാമിലിനെ കഴിഞ്ഞ് ഈ പേഴ്സണ് നിങ്ങളോട് സംസാരിക്കാൻ പറ്റുന്നില്ല. അവിടെ ഈ ഒരു വ്യക്തിനെ തടസ്സപ്പെടുത്തിക്കൊണ്ടേ ഇരിക്കുവാണ് ആ തേർഡ് പാർട്ടി സിറ്റുവേഷൻ എന്ന് പറയുന്നത്. ഈ ഒരു വ്യക്തിക്ക് നിങ്ങളോട് പെട്ടെന്നൊരു ദിവസം നിലച്ചു പോയിട്ടുള്ളൊരു സ്നേഹബന്ധമായിട്ടും കാണിക്കുന്നുണ്ട്. മേ ബി ഇപ്പം നിങ്ങൾ തമ്മിലുള്ള ഒരു ദാമ്പത്യ ജീവിതം പെട്ടെന്നൊരു ദിവസം നിലച്ചു പോയതായിരിക്കാം. അതിനുശേഷം നിങ്ങൾ അവരും തമ്മിൽ കണ്ടിട്ടും ഉണ്ടായിരിക്കില്ല, സംസാരിച്ചിട്ടും ഉണ്ടായിരിക്കില്ല. എന്താണ് വ്യക്തതയെന്ന് നിങ്ങൾക്ക് വരുന്നില്ല. ചിലപ്പം ഈ ഒരു വ്യക്തിയോട് സംസാരിക്കാനായിട്ട് നിങ്ങളിപ്പം അതിനുവേണ്ടി പരിശ്രമിച്ചിട്ടുണ്ട് എങ്കിൽ പോലും അതിനുള്ള ഒരു തടസ്സങ്ങളായിട്ട് ഇവിടെ മറ്റുള്ള വ്യക്തികൾ നിൽക്കുന്നു എന്നാണ് കാണിക്കുന്നത്. ഈ വ്യക്തിനെ എത്രയും പെട്ടെന്ന് നിങ്ങളിൽ നിന്നും അകറ്റണം എന്നുള്ള ഒരു ദുരുദ്ദേശം ഇവർക്കുള്ളതായിട്ടും ഈ തേർഡ് പാർട്ടിയുടെ കാര്യത്തിൽ കാണപ്പെടുന്നുണ്ട്. അപ്പോൾ ഇവരുടെ മനസ്സെന്ന് പറയുമ്പോൾ നിങ്ങളിൽ ഇപ്പോഴും ഈ പേഴ്സൺ സ്റ്റക്കാണ്. നിങ്ങളെ മറക്കാൻ അവർക്കാവുന്നില്ല. മറ്റൊരു വ്യക്തിനെ ആ ഒരു സ്ഥാനത്തേക്ക് ചിന്തിക്കാനോ ഇപ്പം ഇവർക്ക് പറ്റുന്നില്ല. അതേപോലെ തന്നെ ഈ ഒരു വ്യക്തിയെ സംബന്ധിച്ച് പക്ഷേ ഒന്നും ചെയ്യാൻ പറ്റത്തില്ലാത്തൊരവസ്ഥയിലും അല്ലെങ്കിൽ ഇവർക്ക് പറയാൻ റൈറ്റ്സ് അവിടെ ഇല്ല. അതായത് അവരെന്തെങ്കിലും പറഞ്ഞു പോയി കഴിഞ്ഞാൽ മേ ബി ഈ പേഴ്സൻ്റെ ഒരു ജീവന് ആപത്താവുന്ന തരത്തിൽ എന്തെങ്കിലും ഒരു കാര്യങ്ങൾ ആ ഒരു തേർഡ് പാർട്ടി ചെയ്യാൻ സാധ്യതയുണ്ട്. അപ്പം ഇപ്പം ഇവർ മനസ്സുകൊണ്ട് പറയാൻ ആഗ്രഹിക്കുന്ന ട്രസ്റ്റ് എന്ന് പറയുന്ന ഒരു ഒറാക്കിൾ സ്പ്രെഡ് വന്നിട്ടുണ്ടായിരുന്നു. അതായത് നിങ്ങൾക്കിപ്പോൾ തോന്നുന്നുണ്ടാവാം, നിങ്ങളുടെ ഇൻറ്റ്യൂഷനിൽ തോന്നുന്നുണ്ടാവാം ഈ പേഴ്സൺ നമ്മളെ മനഃപൂർവ്വം മാറ്റിവിട്ടതല്ല, ആ ഒരു വ്യക്തിക്ക് എന്തോ ഒരു പ്രശ്നമുണ്ട് എന്ന് നിങ്ങളുടെ മനസ്സ് പലതവണ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടാവാം. അത് സത്യമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. നിങ്ങളുടെ മനസ്സ് അല്ലെങ്കിൽ നിങ്ങളുടെ ഇൻറ്റ്യൂഷനിൽ കാണിച്ചിട്ടുള്ള ചില കാര്യങ്ങൾ. ചില ആൾക്കാരെ സംബന്ധിച്ച് വളരെയധികം നിങ്ങൾ മെഡിറ്റേഷൻസ് ചെയ്യുന്നൊരു വ്യക്തിയാണ്, മാനിഫെസ്റ്റേഷൻസും ചെയ്യുന്നൊരു വ്യക്തിയാണ്. നിങ്ങൾക്ക് ഭയങ്കര സ്പിരിച്വൽ മൈൻഡ് ഉള്ളൊരു വ്യക്തിയാണ്, ഭയങ്കരമായിട്ടും. അതായത് എന്തൊക്കെയോ നിങ്ങൾക്ക് ഈ ഒരു റിലേഷൻഷിപ്പ് ഇങ്ങനെയാണ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇപ്പം നിങ്ങൾ വിചാരിക്കുന്ന പല കാര്യങ്ങളും ഈ റിലേഷൻഷിപ്പിൻ്റെ അകത്ത് നടന്നിട്ടുണ്ട് ഓൾറെഡി. അപ്പോൾ ഇനി നടക്കാൻ പോകുന്ന ചില സന്ദർഭങ്ങൾ നിങ്ങൾക്ക് ഇപ്പം പോലും മനസ്സിൽ വന്നിട്ടുണ്ട്. നിങ്ങളുടെ ഇൻറ്റ്യൂഷനിൽ നിങ്ങൾക്കത് തെളിഞ്ഞു കാണുന്നുണ്ട്. ഇന്ന സംഭവം സംഭവിക്കും ഉടനെ തന്നെ, ഈ വ്യക്തി വരും. പക്ഷേ ഈ പേഴ്സൺ ഇപ്പം എവിടെയോ ഒന്ന് കുടുങ്ങി നിൽക്കുവാണ്. ആരൊക്കെയോ ഈ വ്യക്തിനെ നിയന്ത്രിക്കുന്നുണ്ട്. നിയന്ത്രണാതീതപരമായിട്ടുള്ള ഒരു രീതിയിലാണ് ഇപ്പം നിങ്ങളുടെ വ്യക്തി നിൽക്കുന്നത്. അവർക്ക് നിങ്ങളെ ആഗ്രഹമുണ്ട്, അല്ലെങ്കിൽ അവർ നിങ്ങളിലേക്ക് വരാൻ താല്പര്യപ്പെടുന്നുണ്ട്. പക്ഷേ അവരെ കൊണ്ട് ഇതിനൊന്നും സമ്മതിപ്പിക്കാതെയാണ് ചില വ്യക്തികൾ ഇവിടെ നിൽക്കുന്നതെന്നും നിങ്ങളുടെ ഇൻറ്റ്യൂഷനിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടെന്നാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. സോ നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ എന്ന് പറയുമ്പോൾ നിങ്ങളുടെ മനസ്സിൻ്റെ ഉള്ളിൽ ആ പ്രപഞ്ചം നൽകുന്ന സയൻസ്, അതുപോലെ ഇപ്പം ഏഞ്ചൽ നമ്പേഴ്സൊക്കെ നിങ്ങൾക്ക് ഒരുപാട് കാണാൻ പറ്റുന്നുണ്ടാവാം. നിരന്തരമായിട്ടും 44444 44 33 അല്ലെ 333
22 അല്ലെങ്കിൽ 222 ആൻഡ് 2222 അങ്ങനെയൊക്കെ പല ഏഞ്ചൽ നമ്പേഴ്സ് നമുക്ക് കാണാൻ കഴിയുന്നുണ്ടാവാം. അത് നിങ്ങളുടെ പേഴ്സണെ പറ്റി പ്രപഞ്ചം വിളിച്ച് പറയുന്ന ഒരു സത്യങ്ങളാണ്. അപ്പോൾ ആ ഒരു ഏഞ്ചൽ നമ്പേഴ്സ് നമുക്ക് ഗൂഗിളിൽ സെർച്ച് ചെയ്യുമ്പോഴും അല്ലെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു ഏഞ്ചൽ നമ്പേഴ്സിൻ്റെ അർത്ഥം നമ്മൾ തപ്പിപ്പോകുമ്പോഴൊക്കെ അതിൽ കിട്ടുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. ഇപ്പം നിങ്ങളുടെ മുൻപിൽ ഇപ്പം 1010 എന്ന് പറയുന്ന ഒരു നമ്പറാണ് വരുന്നതെങ്കിൽ അത് നമ്മളൊന്ന് അതിൻ്റെ ഒരു അർത്ഥം തേടി പോകുമ്പോൾ നിങ്ങളുടെ പേഴ്സൺ വരുന്നു, അല്ല നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലുള്ള ഒരു മാറ്റവുമായിട്ട് ആ ഒരു പേഴ്സൺ അവർക്ക് നിങ്ങൾക്ക് തരാൻ പറ്റുന്ന എല്ലാ കാര്യങ്ങളും നൽകി ആ പേഴ്സൺ വരുന്നു എന്നുള്ള ഒരു ആൻസറായിരിക്കും അവിടെ കിട്ടാൻ പോകുന്നത്. അപ്പം നിങ്ങൾ ഈ പേഴ്സൻ്റെ ഒരു കാര്യത്തിൽ നിങ്ങൾക്ക് എവിടെയാണ് ഏഞ്ചൽ നമ്പേഴ്സ് കാണുന്നത്, അപ്പോൾ ആ ഏഞ്ചൽ നമ്പേഴ്സ് നമ്മൾ മനസ്സിൽ ധ്യാനിച്ച് അതിനെപ്പറ്റി ഒന്ന് പ്രാർത്ഥിച്ചാലോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് നിരന്തരമായിട്ട് കാണുന്ന ആ ഒരു ഏഞ്ചൽ നമ്പറിൻ്റെ ഒരു അർത്ഥം തേടിയാലോ നിങ്ങളുടെ പേഴ്സൻ്റെ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻസ് നിങ്ങൾക്കറിയാൻ സാധിക്കുന്നതാണ്. അപ്പം ഈ ഒരു അല്ലെങ്കിൽ ഇപ്പം നിങ്ങളുടെ പേഴ്സണെ സംബന്ധിച്ച് ചില വ്യക്തികൾ നിങ്ങളോടിപ്പം പറയുന്നുണ്ടാവാം. അതും നിങ്ങൾക്ക് പ്രപഞ്ചം ഈ ഒരു വ്യക്തിയുടെ ഇപ്പോഴത്തെ ഒരു സാഹചര്യം നിങ്ങൾക്ക് മനസ്സിലാവാൻ പറ്റുന്ന തരത്തിൽ പ്രപഞ്ചം തന്നെ അറിയിച്ചു തരുന്ന ഒരു സയൻസാണ്. സോ ഫോർഗീവ്നെസ് എന്ന് പറയുന്ന ഈ ഒരു എനർജി കാണിക്കുന്നുണ്ട്. ആ ഒരു വ്യക്തി എന്ന് പറയുന്നത് ഒരു നിഷ്കളങ്കനായിട്ടുള്ളൊരു വ്യക്തിയാണ്. അവരെ നിങ്ങൾ ഒരിക്കലും അവരൊരു മോശക്കാരാണ് എന്ന് ചിത്രീകരിക്കാൻ പാടില്ല. ഇപ്പം നിങ്ങളിൽ നിന്നും ഈ ഒരു സമയത്ത് അകന്ന് നിൽക്കുന്നുണ്ടെങ്കിൽ അത് മറ്റാരുടെ ഒരു ട്രാപ്പിൽ പെട്ട് നിൽക്കുന്നത് കൊണ്ട് മാത്രമാണ് ഈ ഒരു വ്യക്തിക്ക് അങ്ങനെ നിങ്ങളോടായിട്ട് ചെയ്യേണ്ടതായിട്ട് വന്നത്. അവരുടെ ഒരു മനസാക്ഷിക്കനുസരിച്ച് അവർ ചെയ്തിട്ടുള്ള ഒരു കാര്യമല്ല. ഇവരൊരുപാട് മനസ്സറിഞ്ഞ് നിൽക്കുന്ന ഒരു വ്യക്തി തന്നെയാണ്, അല്ലാതെ ആരെയും പറ്റിക്കുന്ന ഒരു പ്രകൃതമല്ല. ഒരിക്കലും നിങ്ങൾ ഈ പേഴ്സണിൽ നിന്നും അകന്ന് പോവരുത്. ഇവർക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുക. ഈ സമയത്ത് നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ നിങ്ങളോട് നിങ്ങൾ തേടുന്ന ഒരു ആൻസർ നിങ്ങളിലേക്ക് തന്നെ അത് ഓട്ടോമാറ്റിക്കായിട്ട് നിങ്ങൾ പോലും അറിയാതെ നിങ്ങളുടെ മനസ്സിൻ്റെ ഉള്ളിലേക്ക് നിങ്ങൾ തേടുന്ന ഉത്തരം ഡിവൈൻ തരാൻ സാധ്യതയുണ്ട്. ഒരുപക്ഷെ എൻ്റെ റീഡിങ്ങിലൂടെ പല ആൾക്കാർക്കും അവരുടെ സാഹചര്യങ്ങൾ മനസ്സിലാവുന്നുണ്ടാവാം. അതും നിങ്ങളുടെ ഇൻറ്റ്യൂഷനെ വെച്ച് കമ്പയർ ചെയ്യുകയാണ് കറക്റ്റായിട്ടുള്ളൊരു ആൻസർ കിട്ടുന്നതാണ്. ഇപ്പം നിങ്ങളോട് ഈ ഒരു ഇൻറ്റ്യൂഷനിൽ പറഞ്ഞിട്ടുണ്ടാവാം ഈ ഒരു സമയത്ത് നിങ്ങൾ അവരെ വിട്ടുമാറി നിൽക്കുക, ലെറ്റ് ഗോ ചെയ്യുക. ഇപ്പം നിങ്ങൾ അങ്ങോട്ട് ചെന്നിട്ട് വീണ്ടും അവിടെ എന്തോ വലിയൊരു പ്രശ്നം ഉണ്ടാകാൻ പോകുന്നു. ചിലപ്പോൾ ഇതിപ്പം രഹസ്യമായിട്ട് ഇവിടെ നമുക്ക് നോക്കാൻ നേരത്ത് വളരെ ഒരു സീക്രട്ടായിട്ടുള്ള ഒരു റിലേഷൻഷിപ്പായിരുന്നു. അധികം ആരും അങ്ങനെ അറിഞ്ഞിട്ടില്ല ഈ ഒരു ബന്ധം. ചിലപ്പോൾ മുൻപ് അറിഞ്ഞിട്ടുണ്ടായിരുന്നു കാണും, അതിനെപ്പറ്റി വലിയൊരു പ്രശ്നങ്ങൾ ഉണ്ടായി കാണും. ചിലപ്പോൾ മതപരമായിട്ടുള്ളൊരു കാര്യങ്ങൾ കൊണ്ടാവാം, കാസ്റ്റോ കൾച്ചറോ എന്തെങ്കിലുമൊക്കെ ആവാം ഇതിൻ്റെ അകത്തൊരു ഇഷ്യൂ എന്ന് പറയുന്നത്. ചിലപ്പം എക്സ്ട്രാ മാരിറ്റൽ അഫെയർ ആണെങ്കിൽ അവരുടെ ഭർത്താവോ അല്ലെങ്കിൽ ഭാര്യയോ ഈ ഒരു ബന്ധം സ്വീകരിക്കണമെന്നില്ല. ചിലപ്പം നിങ്ങൾക്ക് മറ്റുള്ളവർക്ക് നോക്കുമ്പം ഇതൊരു തെറ്റായിട്ടുള്ളൊരു ബന്ധമാണെന്ന് തോന്നും, പക്ഷേ ഇതൊരു ശരിയായിട്ടുള്ളൊരു ബന്ധമാണെന്ന് പ്രപഞ്ചം തന്നെ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഒരു പ്രൊട്ടക്റ്റീവ് പാർട്ട്ണർ, നമ്മളെ മനസ്സിലാക്കുന്നൊരു വ്യക്തി, പ്ലസ് ആ ഒരു പേഴ്സണും നിങ്ങളെ മനസ്സിലാക്കാനും നിങ്ങളെന്ന് പറയുന്ന ഒരു വ്യക്തി മാത്രമേ അവർക്ക് ഇത്രത്തോളം സ്നേഹം കൊടുത്തിട്ടുള്ളൂ. അപ്പം നിങ്ങൾ രണ്ടുപേരും ഒന്നിക്കാനുള്ളവർ തന്നെയാണ്. മറ്റുള്ളവരുടെ കണ്ണിൽ ചിലപ്പോൾ ഇതിപ്പം മോശമായിട്ടുള്ളൊരു ബന്ധമാണെങ്കിലും ശരിക്കും പറഞ്ഞാൽ നല്ലൊരു ബന്ധം തന്നെയാണ് നിങ്ങളുടെ പാർട്ട്ണറുമായിട്ട് നിങ്ങൾക്കുള്ളത്. അതേപോലെ തന്നെ ഇതിപ്പോൾ ഒരു സീക്രട്ട് റിലേഷൻഷിപ്പാണ്. ഇപ്പം ഒരു എക്സ്ട്രാ മാരിറ്റൽ അഫെയർ അല്ലെങ്കിൽ പോലും നിങ്ങളുടെ വ്യക്തി മേ ബി ഇപ്പം എന്തെങ്കിലും സാമൂഹികപരമായിട്ട് എന്തെങ്കിലും ചെയ്യുന്നൊരു വ്യക്തിയാവാം. അതായത് ഇപ്പം മതപരമായിട്ടുള്ളൊരു കാര്യങ്ങൾ, ഏതെങ്കിലും ഒരു ഒരു ക്ഷേത്രത്തിലെ പൂജാരിയോ, ഇപ്പം സ്ത്രീകളാണെങ്കിൽ മേ ബി എന്തെങ്കിലും ഒരു തൊഴിൽ, അതായത് രാഷ്ട്രീയപരമായിട്ടോ മതപരമായിട്ടോ അല്ലെങ്കിൽ അവരുടെ ജോലിയോ എന്തോ ഒരു കാര്യത്തിൽ ഭയങ്കര മറ്റുള്ളവർക്ക് മുൻപിൽ അവർ തല കുനിക്കാത്തൊരു സ്വഭാവക്കാരാണ്. ഭയങ്കര മറ്റുള്ളവർക്കൊക്കെ ഇവരെ പറ്റി പറഞ്ഞു കേട്ട് കഴിഞ്ഞാൽ പിന്നെ ഭയങ്കര ഒരു രോമാഞ്ചം പോലെയാണ്. ഇവരുടെ ഒരു ഇൻസ്പിരേഷൻ എന്ന് പറയുമ്പം അവർ
ഭയങ്കര പക്വതയുള്ള ഒരു വ്യക്തിയായിട്ടാണ് ഇവരുടെ ഒരു കാര്യം നമുക്ക് നോക്കുമ്പോൾ കാണുന്നത്. അപ്പം ഭയങ്കര സീക്രട്ട് റിലേഷൻഷിപ്പ് ആയിരുന്നു. പക്ഷേ ഈ ഒരു പേഴ്സണ് ഒരു സാഹചര്യം വന്നപ്പം നിങ്ങളെ മാറ്റി നിർത്തേണ്ട ഒരു അവസ്ഥ വന്നപ്പോഴാണ് ഇവർ മാറ്റി നിർത്തിയത്. അല്ലാതെ നിങ്ങളെ മനഃപൂർവ്വം അവഗണിച്ച ഒരു വ്യക്തിയായിട്ട് ഇവരെ നമുക്ക് കാണാൻ കഴിയുന്നില്ല. നിലവിൽ നിങ്ങളോട് ഡിവൈൻ ഒരു അഡ്വൈസ് തരുന്നത്, നിങ്ങളിപ്പം ഈ വ്യക്തിനെ വിളിക്കാൻ നിൽക്കരുത്, ലെറ്റ് ഗോ ചെയ്ത് മാറി നിൽക്കാനാണ്. അതായത് ഈ വ്യക്തി വരും എന്ന് കാണിക്കുന്നുണ്ട്. ഇപ്പം നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവാം, പൂർണ്ണമായിട്ട് കുറേ നാളായല്ലോ ഈ ബന്ധം വരാതിരുന്നിട്ട്, അപ്പം ഇനിയിപ്പം പ്രതീക്ഷിക്കണ്ട എന്ന് നിങ്ങൾ മനസ്സിൽ ചിന്തിക്കുന്നുണ്ടെങ്കിൽ ഒരിക്കലും അങ്ങനെ നിങ്ങൾ ചിന്തിക്കാൻ പാടില്ല. കാരണം ഈ ബന്ധം നിങ്ങൾക്ക് ഇവിടം കൊണ്ട് അവസാനിക്കുന്ന ഒരു ബന്ധമല്ല. ഇത് തീർച്ചയായിട്ടും മുൻപോട്ട് ഫ്യൂച്ചറിലും പോകുന്നൊരു ബന്ധമാണ്. അപ്പം ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന പല പ്രശ്നങ്ങളും മാറാൻ കുറച്ച് സമയമെടുക്കുമെന്നും ആ മാറാനുള്ള ഒരു സമയം നിങ്ങളായിട്ട് അവർക്ക് കൊടുക്കണം. എന്നാൽ മാത്രമേ ആ ഒരു പേഴ്സണ് അത്രയും ഒരു തീരുമാനം, നല്ല രീതിക്കുള്ള ഒരു തീരുമാനം നിങ്ങളിലേക്ക് എടുത്തു വരാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ആ ഒരു സമയം നിങ്ങൾ അവർക്ക് നൽകുക എന്നാണ് ഡിവൈൻ പറയുന്ന ഒരു കാര്യം. ഇന്ന് ഈ ഒരു അഡ്വൈസാണ് നിങ്ങൾക്ക് തരുന്നത്. ചിലപ്പോൾ ഇപ്പം നിങ്ങൾ വിളിക്കാനൊക്കെ വിതുമ്പി നിൽക്കുമായിരിക്കും. അതായത് നിങ്ങളിപ്പം ആ ഒരു പേഴ്സണോട് സംസാരിച്ച് കഴിഞ്ഞാൽ കരഞ്ഞ് പൊട്ടിപ്പോകുന്ന ഒരു മനസ്സ് നിങ്ങൾക്കുണ്ടായിരിക്കാം. ആ ഒരു വ്യക്തിയുടെ സ്വരം കേട്ട് കഴിഞ്ഞാൽ തന്നെ കൂടുതലായിട്ടും ലോങ് ഡിസ്റ്റൻസ് ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് ഇവിടെ കാണുന്നുണ്ട്. പെട്ടെന്നൊന്നും കാണാൻ പറ്റത്തില്ല. അപ്പോൾ അവരെ ഇങ്ങനെ കോള് വിളിക്കുക, അല്ലെങ്കിൽ വീഡിയോ കോളോ ഓഡിയോ കോളോ ഇതൊക്കെ ആയിരിക്കും നിങ്ങൾക്ക് കിട്ടുന്ന ഒരു അവസരമെന്ന് പറയുന്നത്. അവരോട് സംസാരിക്കാൻ കിട്ടുന്നൊരു അവസരം. അപ്പോൾ അവർ വിളിച്ചു കഴിഞ്ഞാൽ നമ്മൾ പൊട്ടിക്കരഞ്ഞു പോകും. അത്രത്തോളം വിഷമം നിങ്ങളുടെ മനസ്സിൻ്റെ ഉള്ളിൽ ഇങ്ങനെ തിങ്ങി നിറഞ്ഞ് നിൽക്കുവാണ്. ആ വിഷമമെല്ലാം ഡിവൈൻ അത് മനസ്സിലാക്കുന്നുണ്ട്. ആ വിഷമത്തിനനുസരിച്ച് ഈ ഒരു വ്യക്തിനെ നിങ്ങളിലേക്ക് തന്നെ എത്തിക്കാതിരിക്കത്തില്ല. അപ്പം നിങ്ങൾ ആ ഒരു ടൈമിന് വേണ്ടി വെയിറ്റ് ചെയ്യാനാണ് ഡിവൈൻ പറയുന്നത്. ഓക്കെ, അപ്പം ഇന്നത്തെ റീഡിങ് എല്ലാവരുടെയും, ഇന്ന് റീഡിങ് കണ്ട എല്ലാവരുടെയും ഒരു മനസ്സിൻ്റെ ഉള്ളിൽ എന്ത് ചെയ്യണം എന്ന് ഒരു അഡ്വൈസ് യൂണിവേഴ്സ് തന്നിട്ടുണ്ട്. നിങ്ങൾക്ക് ഏറ്റവും പവർഫുള്ളായിട്ടുള്ള ഒരു മെസ്സേജ് തന്നെയാണ് ഇന്നത്തെ റീഡിങ്ങിലൂടെ കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ റീഡിങ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ആർക്കെങ്കിലും എൻ്റെ അടുത്തുനിന്ന് പേഴ്സണലായിട്ട് റീഡിങ്സ് ഒക്കെ എടുക്കാൻ താല്പര്യമുള്ളവർക്ക് മുകളിൽ കാണുന്ന നമ്പറിൽ എന്നെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. എന്തായാലും നമുക്ക് അടുത്തൊരു വീഡിയോ കാണാം. എല്ലാവർക്കും ബായ്.